പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 23ാമത്തെ ചാപ്റ്ററായ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദ റഷ്യ റവല്യൂഷൻ, ഒന്നാം ലോക മഹായുദ്ധവും റഷ്യൻ വിപ്ലവത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് അവതരിപ്പിക്കുന്നത്. 2 മാർക്കും 3 മാർക്കും 4 മാർക്കും മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ആദ്യമായിട്ട് പുതിയ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം പാഠഭാഗങ്ങൾ കവർ ചെയ്തമായി, ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റാണ്. ഈ 60% ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ കുറച്ച് വൺ വേർഡ് ഉണ്ട്. ട്രൂ ഓർ ഫാൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ 23ാമത്തെ ചാപ്റ്ററിൻ്റെ 23.1 23.2 വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ആൻസറുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതുപോലെ എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ആ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലോ എഴുതാം. പരമാവധി വൺ വേർഡ് ആൻസറുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കാം. വാട്ട് വർ ദ ന്യൂ വെപ്പൺ യൂസ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച പുതിയ ആയുധങ്ങൾ എന്തൊക്കെയാണ്? എയറോപ്ലെയിൻസ് ഉണ്ട്, ടാങ്ക്സ് ഉണ്ട്, അതേപോലെ തന്നെ സബ്മറൈൻസ് എന്ന് പറഞ്ഞാൽ അന്തർവാഹിനികളൊക്കെ ഉപയോഗിച്ചിരുന്നു. രണ്ടാമത് നെയിം ദ 2 മെയിൻ ഇന്റർനാഷണൽ അലയൻസ് ബോർഡ്. 1914 രൂപീകരിച്ച പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എൻറ്റിറ്റിയും ട്രിപ്പിൾ അലയൻസുമാണ്. ട്രിപ്പിൾ അലയൻസസ് ആണ്. മൂന്നാമത് ഹൗ മെനി പീപ്പിൾ വെയർ അഫക്റ്റഡ് വേൾഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധം എത്രത്തോളം ആളുകളെ ബാധിച്ചു എന്നതാണ്. 10 മില്യൺ ആളുകൾ കൊല്ലപ്പെട്ട് 20 മില്യൺ ആളുകൾക്ക് പരിക്കേറ്റു. അതേപോലെ തന്നെ മില്യൺ കണക്കിന് ആളുകൾ അഭ്യർത്ഥികളായി, ആരും ഇല്ലാതെ അങ്ങനെ അഭ്യർത്ഥികളായി കഴിയേണ്ടി വന്നു. നാലാമത് വിച്ച് സൈഡ് ഡിഡ് ഇന്ത്യൻ സോൾജർ ഫൈറ്റ് ഉണ്ട്? ഏത് സൈഡിലാണ് ഇന്ത്യൻ സോൾജർ ഫൈറ്റ് ചെയ്തത്? ഏത് സൈഡിലാണ്? ബ്രിട്ടന്റെ സൈഡിൽ നിന്നിട്ടാണ്. അഞ്ചാമത് വാട്ട് വാസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം റഷ്യ ബിഫോർ ദി റവല്യൂഷൻ? വിപ്ലവത്തിന് മുമ്പ് റഷ്യയിലുള്ള രാഷ്ട്രീയ അവസ്ഥരം എന്തായിരുന്നു? അത് ഓട്ടോക്രസി ആയിട്ടുള്ള ഒരു ഭരണ രീതിയായി. ആറാമത് വാട്ട് അതർ നെയിം ഈസ് ദ റഷ്യ റവല്യൂഷൻ? 1914 റഷ്യ റവല്യൂഷന് പറയുന്ന മറ്റൊരു പേരെന്താ? ബോൾഷെവിക് റിവോൾട്ട് എന്നാണ് പറയുന്നത്. ബോൾഷെവിക് റിവോൾട്ട്. ഏഴാമത്തെ നെയിം ദി ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഇൻ താരിസ്റ്റ് റഷ്യ? താരിസ്റ്റ് റഷ്യയിലുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ ഏതൊക്കെ? സോഷ്യൽ ഡെമോക്രാറ്റിക് വരുന്നുണ്ട്, ലിബറൽസ് വരുന്നുണ്ട്, സോഷ്യൽ റവല്യൂഷണറീസും വരുന്നുണ്ട്. ലാസ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ അബോളിഷൻ ഓഫ് പ്രൈവറ്റ്? എന്താണ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി? പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വകാര്യ സ്വത്തുക്കൾ അബോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ ജസ്റ്റിസ്. പ്രൊഡക്ഷൻസിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിന്റെ കയ്യിലാകുക. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ചാപ്റ്ററുകളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിലുണ്ട്. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഓൺലൈൻ ക്ലാസ്സോട് കൂടി നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഗൾഫിലുള്ളവർക്ക് അവിടെ നിന്ന് പഠിക്കാൻ ലീവിന് നാട്ടിൽ വരുമ്പോൾ എക്സാം എഴുതാം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് മൊബൈലിൽ പരീക്ഷ ഷുവർ പാസ്സാണ്. ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.